വീക്കിലി ഫ്രീ വെബിനാർ ഫ്രീ ടോക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഷബാന മാം ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉറങ്ങി വിജയിച്ചാലോ, ഈ ഉറക്കത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചുകൂടെ നമ്മുടെ ലൈഫിൽ ഈ ഉറക്കത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുതിയ രീതിയിൽ മാം നമുക്ക് പരിചയപ്പെടുത്താണ്. അപ്പൊ ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷബാന മാമിനെ വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഷബാന മാം. താങ്ക് യു ഷബന മാം. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. അതുപോലെ നമ്മുടെ ലക്ഷറീസ് ഇൻ ലൈഫ് പറഞ്ഞ സമയത്ത് ഹെൽത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെൽത്തിൽ ഫസ്റ്റ് നമ്മുടെ ഫുഡ് നോക്കി. അപ്പോൾ ഇതേപോലെ നമ്മുടെ പ്രീ ഫീൽ ടോക്ക് കൃത്യമായിട്ട് കേൾക്കുന്ന ആളുകളുടെ ലൈഫിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ലക്ഷറീസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുകയാണ്. അതില് ഹെൽത്തില് ഫുഡ് പറയും. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഫുഡ് പറയുന്ന സമയത്ത് നമുക്ക് കൂടുതലും ബോഡിയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ നമ്മൾ സ്ലീപ്പ് പറയുന്ന സമയത്ത് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ മെച്ചപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നന്നായിട്ട് ഉറങ്ങിയാല് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ഡേ വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഉറക്കില് എന്തെങ്കിലും ഒരു അപാകത അല്ലെങ്കിൽ ഒരു ടൈം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഡേ ഫുൾ ഒരു ലോ എനർജി ആയിരിക്കും. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനോ ഒന്നും സാധിക്കാറില്ല. അപ്പോ നമുക്ക് മനസ്സിലായി, ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്കിന്റെ ഒരു എത്രത്തോളം പ്രാധാന്യം നമ്മുടെ ലൈഫില് നമ്മുടെ ഹെൽത്തില് ഒക്കെ ആവശ്യമുണ്ട്. ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻ വരെ വരും. നമുക്ക് ഉറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല തലവേദന അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോ എങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങാം? ഒരുപാട് എന്താ പറയാ, നമ്മുടെ ഉറക്കിനെ സയന്റിഫിക് ആയിട്ടും കുറച്ചൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഈ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മളിവിടെ ശരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട, ലൈഫിൽ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളെങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്ലീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സ്ലീപ്പിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ സ്ക്രീൻ ടൈം പകലും കുറയ്ക്കുക എന്നുള്ളത്. മൊത്തത്തിൽ ഡേയില് നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഇനി നമുക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മുമ്പായിട്ട് ഫോൺ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഫോൺ മാറ്റി വെച്ചതിന് ശേഷം ഉറങ്ങുന്നതിന് തയ്യാറെടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കിടക്കാൻ പോകുന്നതിന്റെ ആ ഒരു ടൈം നിങ്ങൾക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 1 മണിക്കൂർ മുമ്പേ ഫോൺ മാറ്റി വെച്ച് നമുക്ക് ആ ഉറക്കിലേക്കൊന്ന് ഒരുങ്ങാം. അത് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഒരുങ്ങുമ്പോഴാണ്. അപ്പോ നമ്മൾ ഉറക്കിന് വേണ്ടി ഒരുങ്ങിയാണ്. നമ്മൾ ഒന്ന് ഒരുങ്ങി നോക്കാം, എങ്ങനെ ഒരുങ്ങാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് ഫോണ് മാറ്റി വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോണ് മാറ്റി വെക്കുക. കാരണം ഇതിൽ നിന്നും അടിക്കുന്ന ആ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കിനെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കുറയ്ക്കും. അപ്പൊ തന്നെ നമ്മുടെ ഉറക്ക് കുറയാനോ അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങിയാൽ തന്നെ അതൊരു ഗാഢനിദ്രയിലേക്ക് പോകാതിരിക്കാനോ ഒക്കെയാണ് കാരണമാവുക. അപ്പോ നിങ്ങൾ കൃത്യമായിട്ടും പകൽ ടൈമിലും കുറയ്ക്കുക, രാത്രി നിർബന്ധമായിട്ടും അങ്ങനെ 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോണൊക്കെ മാറ്റി വെക്കുക.
ഇനി ഇൻ കേസ് നമുക്കത് ഉപയോഗിച്ചേ പറ്റൂ, അങ്ങനത്തെ ഒരു അവസരം വരികയാണെങ്കിൽ ഫോണിൽ നൈറ്റ് മോഡ് സെറ്റ് ചെയ്യണം. രാത്രി ആകുന്ന സമയത്ത് നമ്മൾ അതിന്റെ നൈറ്റ് മോഡ് സെറ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ നമ്മൾ എന്തായാലും എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഉറങ്ങാനും ഉണരാനും കൃത്യമായ ഒരു സമയം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റുന്നതിലൂടെ, നമുക്ക് അത് കൃത്യമാക്കി കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ഉറക്ക് വളരെ ഗാഢമായ ഉറക്ക് കിട്ടാൻ സഹായിക്കും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും പ്രൊഡക്റ്റീവാക്കി, കൂടുതൽ പ്രൊഡക്റ്റീവാക്കി കൊണ്ടുവരാനുള്ള ഉറക്കിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോ എന്ത്, എനിക്കിതിന് സാധ്യമല്ല, അല്ലെങ്കിൽ കൃത്യസമയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നടക്കുന്ന കാര്യമാണോ, അങ്ങനെ ചിന്തിക്കരുത്. കാരണം നമ്മുടെ ലൈഫിൽ അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, കൃത്യമായിട്ടൊരു സമയം, ഇടയ്ക്കൊക്കെ മാറിപ്പോകുന്നത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല, എങ്കിലും കൃത്യമായിട്ട് ഒരു സമയം ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ ഏതൊരു ഹാബിറ്റും നമ്മൾ കൃത്യമായിട്ട് ഒരു സമയം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യും. ആ പാത്തിനനുസരിച്ച് ആകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അത് ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം, നമുക്കത് ഫോളോ ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അപ്പൊ തുടങ്ങി കിട്ടാനും അതൊന്ന് കുറച്ചൊന്ന് ട്രാക്ക് കയറാനും മാത്രമാണ്, ആ പാത്തിലേക്ക് ഒന്ന് കയറി കിട്ടാനും മാത്രമേ നമ്മൾ എഫേർട്ട് ഇടേണ്ടിയുള്ളൂ. അതുകൊണ്ട് കുറച്ചു കാലം അങ്ങനെ ചെയ്തു നോക്കുക. 21 ദിവസമെന്നും 40 ദിവസമെന്നും 90 ദിവസമെന്നും ഒക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. ഏത് ദിവസമാണെങ്കിലും നമുക്ക് ആപ്റ്റ് ആകുന്ന രീതിയിൽ തിരഞ്ഞെടുത്ത് ചെയ്തു നോക്കുക. ഇനി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഫോണ് മാറ്റി വെച്ചു, കൃത്യമായിട്ടുള്ള സമയമൊക്കെ നമ്മൾ കണ്ട്, ഇനി നമുക്കൊരു കാര്യം ചെയ്യും. ഉറങ്ങാൻ തയ്യാറാവുകയാണെ നമ്മൾ ആദ്യം ബ്രഷ് ചെയ്യണം. പറ്റുമെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിക്കുക. കുളിച്ചു കഴിഞ്ഞ് നമ്മൾ ഇടുന്ന വസ്ത്രം, ഉറങ്ങാൻ വേണ്ടി തയ്യാറാകുന്ന ഒരുപാട് നിശാവസ്ത്രങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കൂട്ടത്തിൽ അയഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ഉറക്കിന് വേണ്ടി തിരഞ്ഞെടുക്കുക. പിന്നെ ഉറങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, ബെഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനാ വചനങ്ങൾ ചെല്ലാം, എല്ലാം ചെയ്യാം. കൂടെ ചെറിയൊരു മെഡിറ്റേഷൻ നമ്മളെ ആ ഒരു ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ നമ്മളെ ആ ഒരു ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഉറക്കിനെ സഹായിക്കും. അപ്പോൾ നല്ല പോലെ നമ്മൾ കുളിച്ചിട്ടുണ്ട്, കുളിച്ച് ആ ഒരു തണുപ്പിലേക്ക് നമ്മുടെ കാലിൽ ഒരു സോക്സ് ഇട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ AC ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ 24 ഡിഗ്രി ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. 24 ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഉറങ്ങാൻ വേണ്ടി മാത്രമാക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്യും, യെസ് ഇയാൾ ഉറങ്ങാൻ പോവുകയാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഉറക്കിലേക്ക് നയിക്കാൻ നമ്മുടെ ബ്രെയിൻ തയ്യാറായി കഴിഞ്ഞു. വേറൊന്നും നോക്കാനില്ല. അങ്ങനെ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ഒരു ഉറക്കിന് വേണ്ടിയുള്ള സ്ഥലം സെറ്റ് ചെയ്യുക. ആ ഉറക്കിന്റെ സ്ഥലത്ത് വന്നിട്ട് ജസ്റ്റ് എപ്പോഴെങ്കിലും ഒക്കെ കുറിക്കാനെടുത്ത് വന്ന് എന്തെങ്കിലും പലഹാരം കഴിച്ചിരിക്കുന്നതോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് വരുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ടിരിക്കുന്ന പരിപാടികളൊന്നും അതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ജസ്റ്റ് എന്തെങ്കിലും വായിക്കുന്നത് ഓക്കെയാണ്, പക്ഷെ നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഒരുപാട് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഒന്നും നമ്മുടെ ഉറങ്ങുന്ന ആ ഒരു ബെഡിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അലാം ഈ സ്നൂസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അലാം ഓഫ് ആക്കുക. അതൊരിക്കലും ചെയ്യരുത്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ റൂമിലൊക്കെ ബാത്റൂം ഉണ്ടല്ലോ, അപ്പൊ ബാത്റൂമിലൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇനി ഇല്ലെങ്കിൽ ഷെൽഫിൽ വെക്കാം. നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് ഫോണ് വെക്കരുത്. അലാം ഓഫ് ചെയ്യാനെങ്കിലും നമ്മൾ എണീറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം, ഉറക്കിന്റെ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതിലൂടെ തന്നെ ഉണർന്ന് നമ്മൾ ആ ഫോണിന്റെ അടുത്തെത്തുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അതില് നല്ലപോലെ എണീറ്റ് വരാനുള്ള ഒരു ത്വര ഉണ്ടാവും.
അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ഓഫ് ആക്കി വെച്ചത് കൊണ്ട് തന്നെ എനിക്കൊരു ഫ്ലോ കിട്ടുന്നില്ല. ആരെങ്കിലും രണ്ടാളെങ്കിലും വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്തായാലും ഞാന് ക്ലാസ് തരാതിരിക്കില്ല. എന്നാലും ഒന്നോ രണ്ടാളൊക്കെ വീഡിയോ ഓൺ ചെയ്താൽ ഒരു സന്തോഷമല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് ഞങ്ങള് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് ഈ ക്ലാസ്സുകളൊക്കെ. അപ്പൊ ഞങ്ങള് നിങ്ങൾ പുറംതിരിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഗിഫ്റ്റ് തരാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവോ? കണ്ടുകൊണ്ടിരിക്കുമ്പോ അവരെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി അവർക്ക് കൊടുക്കേണ്ട ആ ഗിഫ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത്? നമ്മള് ഒരു കൃത്യസമയം ചെയ്തു, നമ്മള് ഫോണൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചു, ഒന്ന് ഫ്രഷായി, കുളിച്ചു, പല്ലേച്ചു ഒക്കെ കഴിഞ്ഞില്ലേ. ഇനി നമ്മള് കിടക്കാനെത്തി. അപ്പോ കിടക്കുന്ന സമയത്ത് നമ്മള് കൂടുതൽ വിശന്ന് കഴിഞ്ഞാൽ ഉറക്കം വരില്ല. അതുപോലെ കൂടുതൽ കഴിച്ചാല് ഉറങ്ങും, പക്ഷെ അതൊരു കൃത്യമായിട്ടുള്ള ഉറക്കമായിരിക്കില്ല. ഈ ഉറക്കിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിരിക്കും, ആയി വരും. നമ്മള് ഒരുപാട് ഈ പഠിക്കുന്ന കുട്ടികളോടൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർ ഉറങ്ങുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. അപ്പോ ആദ്യം പഠിച്ചത് എന്ത്, അവസാനം പഠിച്ചത് എന്ത്, പിന്നെ അതുപോലെ ഇത് ഏത് പാട്ടിൽ വന്നതാണ്, ഏത് ഭാഗത്ത് വന്നതാണ്, ആ രീതിയിലൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന സമയം കൂടിയാണ് നമ്മുടെ ഉറക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിനെ മാത്രം പണിയെടുക്കാനുള്ള ഒരു അവസരം രാത്രിയിൽ കൊടുക്കണം, ഉറക്കിൽ കൊടുക്കണം. അപ്പൊ നമ്മൾ ഫുഡ് ഒരുപാടും കഴിക്കരുത്, എന്നാല് വിശന്നും പോയി കിടക്കാൻ പാടില്ല. അപ്പോ നമ്മൾ അങ്ങനെ കിടക്കാണ്. അപ്പോ നമ്മൾ കഴിക്കുന്നത് 2 മണിക്കൂർ മുമ്പ് കഴിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ നേരം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ആ കൂടുതൽ വിശപ്പില്ലേ, ആ ഒരു ആ ഒരു രീതിയിൽ കിടക്കാതിരിക്കാൻ ആ ഒരു സമയത്ത് സ്ലീപ്പിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കഴിക്കാം. ഇത്തരം കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്. നമുക്ക് പീനട്ട് ബട്ടർ കഴിക്കാം. പീനട്ട് ബട്ടർ ഒരു സ്പൂണോ 2 സ്പൂണോ, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം. ബനാന കഴിക്കാം, ബനാന നല്ലതാണ്. അതേപോലെ ചെറു ചൂട് പാല് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുഞ്ഞ് ചൂടുള്ള വെള്ളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞു, ചെറു ചൂട് പാല് കുടിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ ഉറക്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറി കഴിക്കുന്നത് അതൊക്കെ സ്ലീപ്പിംഗ് ഇൻഡ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. പിന്നെ നമ്മളെ ഉറുമാമ്പഴം ജ്യൂസ് കഴിക്കുന്നത് നമ്മളെ ഉറക്കില് നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ, വളരെ നമ്മൾ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കാണുന്നത് പോലെ വളരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉറുമാമ്പഴം ജ്യൂസ് കേട്ടോ, അത് നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള അത്രയും ഭംഗിയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാൻ ഉറുമാമ്പഴം ജ്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തേന് തേനില്ലേ, അതും നമ്മുടെ ഉറക്കിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മള് സ്ലീപ്പിനെ തടസ്സം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയാലോ. സ്ലീപ്പിനെ തടസ്സം ചെയ്യുന്ന ഫുഡുകൾ കോഫി, കോള, ചോക്ലേറ്റ്, ഇത് മൂന്നാണ്. കോഫി നമ്മൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആണ്. ഉറങ്ങുന്നതിന്റെ 8 മണിക്കൂറിന് മുമ്പായിട്ട് കോഫി കഴിക്കുന്നത് ഹെൽത്തി അല്ല. നമ്മുടെ ആ ഒരു ഉറക്കിനെ സഹായിക്കുന്ന മെലാറ്റോണിന്റെ അളവ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ബ്രെയിനില് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഹോർമോൺസ് ഇങ്ങനെ മാറിയിട്ട് ആ ഒരു സർക്കറ്റിലേക്ക് ഇങ്ങനെ മെലാറ്റോണിൻ വന്ന് നിറയുന്ന സമയത്താണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ ഈ എത്രയോ സോക്കറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിൽ ചില സോക്കറ്റുകളിലുള്ള അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ പുതിയ മെലാറ്റോണിന് വന്ന് അതില് നിറഞ്ഞിരിക്കാൻ പറ്റില്ല. ആക്റ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ മെലാറ്റോണിന് വന്നിട്ട് നിറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഗാഢ നിദ്ര കിട്ടില്ല.
നമ്മൾ അറിയില്ല കേട്ടോ. നമ്മൾ പറയും ഓ ഞാൻ ചായ ഒക്കെ കുടിച്ചാൽ നല്ലോണം ഉറങ്ങാറുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളില് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല. അതുപോലെ തന്നെയാണ് കോള, ചോക്ലേറ്റ്, ഇതൊക്കെ ഒരു 8 മണിക്കൂർ മുമ്പ് കഴിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ കൂടുതലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് സ്ലീപ്പിൽ നല്ലോണം ബുദ്ധിമുട്ടാകുന്ന ആളുകൾ എന്തായാലും ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. സ്ലീപ്പിൽ പല സമയത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മള് രാവിലെ പകല് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോ കോഫീനെ പറഞ്ഞല്ലോ പ്രശ്നങ്ങളാണൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിലും പകല് ഒരാൾ ഒരു 20 മിനിറ്റ് ഒരു പവർ നാപ്പ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അതും ഇതേപോലെ നമ്മൾ ഒരു തിരക്കിട്ട ജോലികളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഐൻസ്റ്റീന് ന്യൂട്ടൻ ന്യൂട്ടന്റെ കയ്യിൽ എപ്പോഴും ഒരു ബോൾ ഉണ്ടാവുമായിരുന്നു, ഒരു ഇരുമ്പിന്റെ അയൺ ബോൾ ഉണ്ടാവുമായിരുന്നു. അത് ഇങ്ങനെ പിടിച്ചിട്ട് ആയിരുന്നു ഉറങ്ങാന്ന്. എന്താന്ന് വെച്ചാല് ജസ്റ്റ് ഗാഠ നിദ്രയിലേക്ക് പോകുന്ന സമയത്ത് ആളുടെ കൈ ലൂസ് ആവുമല്ലോ. നമ്മളിങ്ങനെ ഉറങ്ങുമ്പോ മക്കളെയൊക്കെ കണ്ടിട്ടില്ല, നമ്മള് ഉറങ്ങി കഴിഞ്ഞാൽ അവരെ വെയിറ്റ് ഒക്കെ പോയി ഇങ്ങനെ ഒരു അയഞ്ഞ പോലെ. ആ സമയത്ത് ആ കൈയിൽ നിന്നും അത് വീഴുമ്പോ സൗണ്ട് കേൾക്കല്ലോ. ആ സമയത്ത് ഉണരാം. അപ്പോ അവര് ചിന്തിച്ചു കൂട്ടിയ അവർക്ക് കിട്ടിയ ഇൻസൈറ്റുകളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഉറക്കിന്, ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ. കാരണം ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് ഓർഗനൈസ്ഡ് ആയി കിട്ടിയാൽ നമുക്കത് ക്ലിയർ ആവുമല്ലോ. അതിനു വേണ്ടിയിട്ടായിരുന്നു ന്യൂട്ടൻ ഇതുപോലെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് പകല് ഒരുപാട് കൺഫ്യൂഷൻസ് വരിക, സ്ട്രെസ് വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ഉറങ്ങുന്നത് നല്ലതാണ്. ഈ സമയത്ത് ഐസ്ഡ് കോഫി കുടിക്കുക. ഐസ്ഡ് ആയിട്ടുള്ള കോഫി കുടിച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഈ 20, നമ്മൾ സാധാരണ കിടന്നു കഴിഞ്ഞാല് കുറെ കഴിഞ്ഞേ എണീക്കുള്ളൂ. നമ്മള് ഒന്നൊന്ന് മയങ്ങി എണീക്കട്ടെ എന്ന് വിചാരിച്ചാലും പകൽ ഒരുപാട് അങ്ങ് ഉറങ്ങിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഐസ്ഡ് കോഫി കുടിച്ചിട്ട് നമ്മള് ഉറങ്ങിക്കഴിഞ്ഞാല് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഉണരും എന്നാണ് പറയുന്നത്. അപ്പോ ഡേ സ്ലീപ്പില് പകല് ഉറങ്ങുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഐസ്ഡ് കോഫി ഉപയോഗിക്കുക. അത് എഫക്റ്റീവ് ആണ്. എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ നല്ലൊരു ഉറക്കം കിട്ടും. അതുപോലെ ഒരു 20-30 മിനിറ്റിന്റെ ഇടയ്ക്ക് നമ്മൾ എണീക്കുകയും ചെയ്യും. ഇനി നമുക്ക് എക്സസൈസിനെ കുറിച്ച് നോക്കാം. നമ്മള് ഡെയിലി ഒരു 20 മുതൽ 40 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ നല്ല ഉറക്കം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഉറങ്ങുന്നതിന്റെ 5-6 മണിക്കൂർ മുമ്പേ ആയിരിക്കണം നമ്മളെ എക്സസൈസ് മൊത്തം കഴിഞ്ഞിരിക്കണം. അപ്പോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ എക്സസൈസ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ബോഡീനെ മൊത്തം റിലാക്സ് ആക്കുകയാണല്ലോ, ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ എക്സസൈസിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് പറയുന്നത്, ഒരു ടൈം ലിമിറ്റ് പറയും. അപ്പോൾ 5-6 മണിക്കൂർ മുമ്പേ നല്ലൊരു, ഇപ്പൊ രാവിലെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് രാത്രി നമ്മുടെ ഈ രാവിലെ ബ്രിസ്ക് വാക്ക് എന്ന് പറയും. ബ്രിസ്ക് വാക്ക് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൈയും കാലൊക്കെ ഇട്ടിട്ട് ഒന്ന് സ്പീഡിൽ അനക്കി നടക്കുന്നതിനാണ് ബ്രിസ്ക് വാക്ക് എന്ന് പറയാം. ഈ ബ്രിസ്ക് വാക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ നല്ല ഉറക്കം കിട്ടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ കോട്ടുവാ ഇടില്ലേ. നിങ്ങളൊക്കെ എന്താ പറയാന്നറിയില്ല. നമ്മൾ ഉറങ്ങാൻ നേരം അല്ലെ മക്കളൊക്കെ ഉറക്ക് വരുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കോട്ടുവാ ഇടും. അത് നമ്മൾ ആക്ട് ചെയ്യുക. നമ്മളൊരു 3-4 പ്രാവശ്യം കോട്ടുവാ ഇടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എന്താണ് വിചാരിക്കുന്നത്, ഇയാൾക്ക് ശരിക്കും ഉറക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബ്രെയിൻ ഒന്ന് ജസ്റ്റ് പറ്റിക്കുകയാണ്. പക്ഷെ എന്നാലും അവിടെ റിവേഴ്സ് സൈക്കോളജി വർക്കാവും. അതുകൊണ്ട് ഇയാൾക്ക് ഉറക്കം വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയും നമ്മളെ ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യും. ഇനിയും ഇങ്ങനെ കിടന്നിട്ട് ഒരുപാട് ചിന്തകൾ വരുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ കിടന്നിട്ടും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ
തികട്ടി തികട്ടി ഇങ്ങനെ ചിന്തകൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു ബ്രെയിൻ ഡംപ് ജേണൽ എന്ന് പറയുന്ന ഒരു പരിപാടി. ബ്രെയിൻ ഡംപ് അറിയാതെ നമ്മള് എന്തെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇങ്ങനെ എറിഞ്ഞു കളിയില്ലേ, നമ്മുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് തന്നെ നിക്ഷേപിച്ചിടൂലേ, ആ ഒരു ഭാഗത്ത് കൂട്ടില്ല, അതിനൊക്കെയാണ് ഈ ഡംപിങ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞാല് ബ്രെയിനിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഒരു പേപ്പറിലേക്ക് ഡംപ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആ സമയത്ത് വരുന്ന തോട്ടുകൾ മൊത്തം എഴുതുക. മൊത്തം എഴുതി കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിൽ നിന്ന് അതൊക്കെ പോയി. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പറ്റും. പിന്നെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കിടക്കുന്നതും നല്ലതാണ്. ഈ ചിന്തകളില് കൂടുതലും നാളെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ, നാളെ എനിക്കത് ചെയ്യാനുണ്ടല്ലോ, നാളെ അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ആ രീതിയിലാണ് നമ്മുടെ തോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഓക്കെ, എണീറ്റ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ടില്ല. എണീറ്റ് കഴിഞ്ഞാൽ ആ പേപ്പറിൽ ഉണ്ടല്ലോ, എനിക്ക് അത് അന്നേരം നോക്കി അതിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ബ്രെയിൻ പോകും. ഇനിയും ഉറക്കം വരുന്നില്ല, ഒട്ടും ഉറക്കം വരുന്നില്ല. ഇപ്പൊ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാക്കൗട്ടാണ്. നമ്മുടെ ബ്രെയിന് എപ്പോഴും ഈസി ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി ചെയ്യാന്ന് തോന്നിയാല് നമ്മളെ ടയേർഡ് ആക്കാൻ വേണ്ടി ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, 100 ടു താഴോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 99, 98 ഇങ്ങനെ എണ്ണുമ്പോ നമ്മൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. ആ സമയത്ത് ബ്രെയിനിന് മനസ്സിലായി, ആ നല്ല മുട്ടൻ പണി വരുന്നുണ്ട്, ഇയാളെ ഒന്ന് മയക്കിക്കളയാം. അങ്ങനെ നമ്മളെ ഉറക്കിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ ഒരു കാര്യം ചെയ്തു നോക്കാം. പിന്നെ ഉറങ്ങുമ്പോൾ ഒന്നും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മഴയുടെ സൗണ്ട്. മഴയുടെ സൗണ്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് ലഭിക്കും. ഒരു മഴയുടെ സൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഉറങ്ങുക. ഫോണിലോ ഒക്കെ നമ്മൾ കുറച്ച് ദൂരെ വെച്ച് ഫോൺ തന്നെ, അടുത്തൊന്നും ഇനി മഴ കേൾക്കണം എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് കൊണ്ടുപോയേക്കണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ. അത്യാവശ്യം ഹൈ ഹൈ വോളിയത്തിൽ വെച്ചിട്ട് ആ മഴയുടെ സൗണ്ട് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഉറക്കില് നമ്മള് സൈക്കിൾ സൈക്കിൾ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉറക്ക്. ജസ്റ്റ് ഒരു സ്ലീപ്പിലേക്ക് പോയിട്ട് നല്ലപോലെ ആഴത്തിലേക്ക് പോയിട്ട് പിന്നെ മെല്ലെ മെല്ലെ മേലോട്ട് വന്നിട്ട് ജസ്റ്റ് എല്ലാ ഉറക്കിന്റെയും ഓരോ 90 മിനിറ്റ്സിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണരുന്നുണ്ട്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാറുമുണ്ട് ഞെട്ടി ഞെട്ടി ഉണരുന്നതായിട്ട്. പിന്നെ അത് വീണ്ടും താഴോട്ട് പോയിട്ട് ഗാഠനിദ്രയിലെത്തി പിന്നെയും മേലോട്ട് വന്ന് അങ്ങനെ ഓരോ 90 മിനിറ്റ്സിലും നമ്മൾ ഉണരുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉണരുന്ന സമയത്ത് നമ്മൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള മഴയുണ്ടല്ലോ, ആ മഴ ശരിക്കും പുറത്ത് മഴ പെയ്യുന്നത് പോലെ ഒരു ഫീല് നമ്മളിൽ ഉണ്ടാക്കി തരും. ഇപ്പൊ നാച്ചർ കണക്ട് ചെയ്ത് നിൽക്കുമ്പം കിട്ടുന്ന ഒരു ഫീല് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന് സാധിക്കും. പിന്നെ ഞാനിപ്പോ 90 മിനിറ്റ് ബ്ലോക്ക് പറഞ്ഞത് എല്ലാവരിലും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാല് എഫക്റ്റീവായിട്ട് ഉറക്കിന്റെ എല്ലാ പരാതിയും തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ ഈ 90 മിനിറ്റ് ബ്ലോക്സ് എന്ന് പറയുന്നത്. നമ്മള് എപ്പോഴാണോ നമുക്ക് ഉണരേണ്ടത് ആ ടൈം സെറ്റ് ചെയ്യാം. എല്ലാവർക്കും അതായിരിക്കും കൃത്യമായിട്ട് അറിയാം. ഉണരേണ്ട സമയം എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ അറിയാം. എന്താ വെച്ചാല് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കുട്ടികള് സ്കൂളിൽ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം നമ്മൾ എപ്പോഴാണ് എണീക്കേണ്ടത്. അപ്പൊ ആ സമയം മുതൽ 90 മിനിറ്റ്സ് ബ്ലോക്കുകൾ ബാക്കോട്ട് എഴുതി തയ്യാറാക്കുക. അപ്പോ 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂറാണ് കേട്ടോ. ഈ 1.5 മണിക്കൂർ അപ്പോ ഒരാൾ 5 മണിക്കാണെങ്കിൽ ഇങ്ങനെ ബാക്കോട്ട് എഴുതി നോക്കിയിട്ട് 1.5 മണിക്കൂർ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ ബാക്കോട്ട് എഴുതിയിട്ട് ഒരാൾ മിനിമം 6ഉം പറ്റുന്നത് പോലെ 8ഉം വരെ ഉറങ്ങണം. അതിൽ കൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടാതിരിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. 6 മുതൽ 8 മണിക്കൂർ വരെ ഒരാൾ ഉറങ്ങണം, എന്തായാലും ഉറങ്ങും. അപ്പം എന്ത് ചെയ്യാ, അത് നൈറ്റിൽ തന്നെ ഉറങ്ങുകയും വേണം കേട്ടോ. ചിലരൊക്കെ പറയും ഓക്കെ ഞാൻ എന്റെ 8 മണിക്കൂർ തീർന്നില്ല പകല് പോയി ഉറങ്ങി, അതിന് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ഒരു ടൈം 8 മണിക്കൂർ
ഉറങ്ങുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മള് ചിലപ്പോ രാവിലെ നേരത്തെ ഉണരണം എന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കേണ്ടി വരും. അത് നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എർലി ടു ബെഡ്, എർലി ടു വേക്കപ്പ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ട് ഉറങ്ങേണ്ട ഒരു സമയവും ഉണരേണ്ട സമയവും കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഇന്ന് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. സ്വന്തം വേക്കപ്പ് ടൈം സെറ്റ് ചെയ്യുക. അതിലേക്ക് ഒന്നര മണിക്കൂർ ബാക്കോട്ട് എടുക്കുക. അപ്പൊ കൂടുതലും അങ്ങനെ എടുക്കുമ്പോൾ 7 മണിക്കൂറൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ 8ന്റെയും ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ടൂറൊക്കെ പോയി വരൂലേ, ടൂറൊക്കെ പോയി വന്നപ്പോ ഉറങ്ങുകയാണെങ്കിൽ കുറച്ച് സമയമുള്ളൂ, നാളെ രാവിലെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. ആ സമയത്തും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. നമുക്ക് എപ്പോഴാണ് എണീക്കേണ്ടത് നോക്കിയിട്ട് 1.5 മണിക്കൂറിന്റെ ബ്ലോക്കുകളായിട്ട് കിടന്നാല് ഈ ബ്ലോക്കുകളുടെ ഇടയിൽ നമ്മൾ എണീക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഇനി 1.5 മാത്രമേ നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആ 1.5 നമുക്ക് കിട്ടാൻ നല്ല സുഖമായിരിക്കും നമ്മള് ഇതേപോലെ സെറ്റ് ചെയ്താൽ. നമുക്ക് കിട്ടാനില്ലെങ്കിൽ പോലും നമുക്കൊരു നല്ല ഒരു ഉറക്കം കിട്ടിയതിന്റെ ഫീല് കിട്ടും. അതിനു വേണ്ടി നമുക്ക് അങ്ങനെ രാത്രിയിലൊക്കെ നേരം വൈകി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും നേരം വൈകിയേ കിടക്കാൻ പറ്റും. എന്തെങ്കിലും കല്യാണോ ഫംഗ്ഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് ഉറങ്ങി നോക്കുക. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉറങ്ങിയ ഫീല് കിട്ടും. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഉറങ്ങി വിജയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങി തന്നെ വിജയിക്കാം. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ ക്ലാസ് കഴിയാണ്, ഏകദേശം നമ്മുടെ സമയവും കഴിയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പില്, നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ സമയമാണ്. സമയം കഴിയാറായിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്കഷൻ ഗ്രൂപ്പ് ഉപയോഗപ്പെടുത്തുക. അല്ലാത്ത ആളുകൾ, കുറച്ച് ആളുകൾക്ക് ഇപ്പം വേണേ സംസാരിക്കാം. ഈ 90 മിനിറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞല്ലോ, 1.5 മണിക്കൂർ ബ്ലോക്ക്. ആ ബ്ലോക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്? ഇപ്പൊ നമ്മള് ഒരു 5 മണിക്ക് ഉണരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം ഉണരണം എന്നാണ് ടാർഗറ്റ് കൂടുതലും എന്നുണ്ടെങ്കിൽ 5 മണിൻ്റെതും 5:30 ഞാൻ സെറ്റ് ചെയ്തിരുന്നു എന്ന് തോന്നുന്നു ഇതിന്റെ മുമ്പ്. ആ സമയത്ത് 9:30 9 മണി ഏകദേശം അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് സെറ്റ് ചെയ്യേണ്ട ആളുകളാണല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മള് 5 മണി 5 മണിയാണെങ്കിൽ ബാക്കോട്ട് 1 മണിക്കൂർ ബാക്കോട്ട് വരുമ്പോൾ 4 മണി, പിന്നെ അരയും കൂടി കൂട്ടണ്ടേ 90 ആവണമെങ്കിൽ. അപ്പൊ അതെ അതെ 3:30 ഇപ്പൊ ഒരു ബ്ലോക്ക് ആയി. ഓക്കെ അതെ ഇപ്പൊ ഒരു ബ്ലോക്ക് ആയി. അപ്പൊ അത് അങ്ങനെ അതെ ബാക്കോട്ട് അങ്ങനെ നോക്കിയാൽ മതി. 8 അരമണിക്കൂർ. അങ്ങനെ 8 hours ബ്ലോക്കാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. 6 to ആ 8 അല്ലെ? ആ കൂടുതലും 7 ആയിരിക്കും കിട്ടുക. കാരണം ഓക്കെ അര വരുന്നുണ്ടല്ലോ. അപ്പൊ ആ 7 സെറ്റ് ചെയ്യാൻ നോക്കുക. ഇനി കുറച്ചധികം ഇനി നല്ലോണം ഉറങ്ങണം, നമുക്ക് 9 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ ഉറങ്ങണം താല്പര്യമുള്ള ആളുകളാണെങ്കിലും ഈ ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്താല് കൂടുതൽ ഉറങ്ങിയതിന്റെ പ്രശ്നവും തോന്നൂല. ഇനി കുറച്ചേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, ഒരു 4 മണിക്കൂറേ ഉറങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിലും ആ ഒരു സമയത്ത് അങ്ങനെ 4 മണിക്കൂർ 1.5 വെച്ച് വരുമ്പോൾ പറ്റൂല, എന്നാലും 3 മണിക്കൂറേ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ആ 3 മണിക്കൂർ എഫക്റ്റീവ് ആയിട്ടുള്ള ഉറക്കമായിരിക്കും. ബ്ലോക്ക് ഓക്കെ കാരണം ബ്ലോക്ക് നടുക്ക് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതെ സ്ഥിരമായിട്ട് അതാ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യരുത്. എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. സമയത്തിന്റെ അതെ ഓക്കെ താങ്ക് യു. താങ്ക് യു. ഞാനൊക്കെ ഉള്ളത് ഒരു 4 മിനിറ്റും കൂടി ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രെയിൻ ഓർഗനൈസ്ഡ് ആവുന്ന കാര്യം പറഞ്ഞല്ലോ, അതാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബ്രെയിനിൽ കൊടുക്കുന്ന വർക്കുകൾ അല്ലെ? കോൺഷ്യസ് നമ്മൾ ആയിട്ട് കൊടുക്കുമ്പോൾ ഇല്ല, ബ്രെയിൻ ഓർഗനൈസ് ആകുന്ന കോൺഷ്യസ് ആയിട്ടല്ല, നമ്മൾ ഉറങ്ങിയതിന് ശേഷം ഓർഗനൈസ്ഡ് ആവുകയാണ്. അല്ല, ഉറങ്ങാൻ പോകുമ്പം
ഇപ്പൊ നമ്മൾ ബ്രെയിനിൽ ഓർഗനൈസ്ഡ് ആക്കേണ്ട കുറച്ച് സംഗതികൾ പറഞ്ഞിട്ടില്ലേ, ഈ രണ്ട് സംഗതികളും അതായത് എങ്ങനെയാണ് ഇതിന്റെ ഈ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ട് എന്ത് ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞുതരാമോ? ഞാൻ ഓർഗനൈസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഉറങ്ങിയതിന് ശേഷം നമ്മളെ ബ്രെയിനിൽ ഓർഗനൈസ്ഡ് ആവുന്നുണ്ട് എന്നാണ്. നമ്മുടെ കാര്യങ്ങള് ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഇതില് ബ്രെയിനിന്റെ ഉള്ളില് ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. അല്ലാതെ ഞാൻ പറഞ്ഞത് ഒരുങ്ങാം എന്നാണ്. ഒരുങ്ങാം എന്ന് ആ പറഞ്ഞത് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങാം. നമ്മൾ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നത് പോലെ ഒന്ന് കുളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതെ അതെ, കാരണം അത് കുറച്ചും കൂടെ നമ്മളെ സ്ലീപ്പിലേക്ക് എത്തിക്കും ആ എന്നുള്ളത് അല്ലെ. ആ ഈ സ്ലീപ്പില് സ്ലീപ്പിന്റെ ഉള്ളിൽ നടക്കുന്ന ഓർഗനൈസേഷനാണ് നമ്മളെ ഗാഠനിദ്രക്കും ആ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ ഉപയോഗപ്പെടുത്തുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ അത് ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാട്ടോ. ഓർഗനൈസേഷൻ ഒക്കെ അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, ആൽഫ ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സമയത്ത് ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ല, ഓക്കെ. മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഡിസ്റ്റർബ്ഡ് ആവുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളും ഇതൊക്കെ തന്നെയാണ്. ആ അതൊക്കെ ആ നിങ്ങൾ അത് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ. ചെയ്താൽ മതി. നമുക്ക് അതെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷൻ ആണെങ്കിൽ ടു ഡു ചെയ്യാം. അല്ല, നമുക്ക് കഴിഞ്ഞു പോയ നമ്മുടെ ലൈഫിലുള്ള ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ആണ് ഓർമ്മ വരുന്നതെങ്കിൽ ബ്രെയിൻ ഡംപ് ചെയ്യാം. ഓക്കെ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടിപ്സ്. കാരണം ചെറിയ ചെറിയ സംഗതികളേ ഉള്ളൂ ഇതില്, പക്ഷെ എന്നിരുന്നാലും അത് അമ്മകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ ബിഗ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ നല്ല നല്ല സെഷൻസ് ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീട്ടില് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അവര് എപ്പോഴും ഈ പ്രായമായ ആൾക്കാരാണ് ഉറക്കില്ല ഉറക്കില്ല എന്ന് പറയുന്നത്. എല്ലാം ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അത്രയും അവര് എന്താ പറയാ, ഇനിയൊരു ശീലം ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റാത്ത രീതിയിൽ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് പക്ഷെ നമ്മൾക്ക് അവരെ അതെ, അവരെ സ്ലീപ്പ് ഉറങ്ങാനുള്ള ഒരുക്കത്തിലേക്ക് പ്രേരിപ്പിക്കാം. അത് ആ ചിലപ്പോ കുറച്ചും ഒരുക്കം കൂടെ ഒരുക്കം പറ്റും. ഇവര് എന്തെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഫുഡിലൊക്കെ നമ്മൾ അവരെ ശ്രദ്ധിപ്പിക്കുക. പെട്ടെന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കുക. അതേപോലെ കിടക്കാൻ പോകുമ്പോൾ ജസ്റ്റ് പാലോ കുറച്ച് തേനോ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. കാരണം ഏറ്റവും ബുദ്ധിമുട്ടി കണ്ടിട്ടുള്ളത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അതെ. ഉം. അപ്പോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഷെപ്പിന ഉണ്ട് ഇവിടെ. ഇനി എന്തെങ്കിലും തോട്ട്സ് വന്നാൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാലോ അല്ലെ. ഓക്കെ, ഡിസ്കഷൻ ഗ്രൂപ്പിൽ. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഒരു മിനിറ്റും കൂടിയാണ്, 1.5 മിനിറ്റും കൂടിയുള്ള ഒരു അല്ലാതെ ആരും അറിയോ, ഞമ്മള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഇതാക്കിയിട്ടേ ഇനി അത് ക്ലിയർ ആക്കി ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ സംശയം. സംശയങ്ങളൊക്കെ വരാം. അതാണ് ചോദിച്ചത്. അത് അപ്പൊ ഞാൻ അത് ഡിസ്കഷൻ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സംശയങ്ങൾ വരും. കറക്റ്റ്, അതുകൊണ്ടാണ് ഞാൻ ആ ഡിസ്കഷൻ ഗ്രൂപ്പ് പ്രയോജനപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചത്. ഓക്കെ. അതാണ് അതുകൊണ്ടാണ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നമ്മുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെന്ററിംഗ് സെഷൻ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് ഗ്രൂപ്പിൽ. ക്ലിയർ ഒന്നുകൂടെ പറയൂ, കേട്ടില്ല. നമ്മുടെ ലൈഫില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മന്ത്. അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ആ മൊത്തം പ്രാക്ടീസ് ഇപ്പൊ തന്നെ മൈൻഡ്ഫുൾനെസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യാം. മൈൻഡ്ഫുൾനെസ് പറഞ്ഞാല് നമ്മൾ ശരിക്കും നമ്മളെ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു നിമിഷമായിരിക്കും. കാരണം നമ്മള് ഇപ്പൊ ഉള്ള ഒരു അവസരത്തില് ഒന്നുകിൽ പാസ്റ്റില് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ആയി പോകുന്നുണ്ട്. ശ്രമിക്കാം, നമ്മൾ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകാം. എന്നാലും പലരും അങ്ങനെ തന്നെയാണ് ലൈഫ് കൊണ്ടുപോണേ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നതാണ് മൈൻഡ്ഫുൾനെസ്.